നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. താനെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നു? ഞാൻ എന്തു പറയാനാ? ഒന്നും പറയാനില്ലേ? ഭാവന, ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവൻ ഇപ്പൊ ഞാനാ. തനിക്കെന്താ ഇപ്പൊ ഒന്നും തോന്നുന്നില്ലേ? സൂര്യയുടെ സന്തോഷ എന്റെ സന്തോഷം. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടണ്ട. സത്യം പറ, തന്റെ മനസ്സിലിപ്പോ എന്താ? എന്റെ മനസ്സ് വായിക്കാറുള്ള ആളല്ലേ, അപ്പൊ പിന്നെ ഇപ്പൊ എന്റെ മനസ്സിൽ എന്താണെന്ന് കണ്ടുപിടിക്ക്. പറ ഭാവന, പ്ലീസ്. കണ്ടുപിടിക്ക്, നോക്കട്ടെ. മനഃശാസ്ത്രജ്ഞന്റെ ഒരു കഴിവ്. എന്താ കണ്ടുപിടിക്കുന്നില്ലേ? എന്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ ഇങ്ങനൊരു മറു ചോദ്യം എടുത്തിട്ടത്? എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ഞാൻ പറയട്ടെ. പറ, ഞാൻ കേക്കട്ടെ. അമ്മ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ കുഞ്ഞൊത്തൊരു ജീവിതം, ആ ഒരു വിഷ്വലായിപ്പോ എന്റെ മനസ്സില്. ഇതുപോലെ തന്റെ മനസ്സിൽ എന്തെങ്കിലും കാണുമെന്ന് കരുതിയാ ഞാനങ്ങനെ ചോദിച്ചത്. എന്റെ മനസ്സിലിപ്പോ നമ്മുടെ രണ്ടുപേരുടെയും കുടുംബത്തിലുള്ളവരുടെ സന്തോഷ സൂര്യ. എനിക്ക് ചിന്തിക്കാൻ പറ്റും. മരണത്തിന്റെ വക്കോളം പോയിട്ട് തിരിച്ചു വന്ന ഞാനിപ്പോ ഒരമ്മയാവാൻ പോകുന്നു. സത്യം പറഞ്ഞ എനിക്ക് തന്നെ ഇതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. അതാണ് ഭാവന, ദൈവത്തിന്റെ കരങ്ങളെന്ന് പറയുന്നത്. ആ ശക്തിയുടെ സ്പർശം എപ്പോഴും തനിക്കുണ്ട്. സത്യ സൂര്യ, ഞാനത് പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട്. പല ആപത്ഘട്ടത്തിലും എന്നെ ദൈവം കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ഈ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അത്രമാത്രം പോരാടിയിട്ടല്ലേ ഞാൻ തന്നെ സ്വന്തമാക്കിയത്. ഒക്കെ ദൈവത്തിന്റെ തീരുമാനമല്ലേ സൂര്യ. ആരൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും ആ തീരുമാനങ്ങളെ മാറ്റാൻ പറ്റില്ലല്ലോ. ഇന്നു മുതല് വളരെ ശ്രദ്ധിക്കണമെന്ന ഡോക്ടറുടെ നിർദ്ദേശം, അതനുസരിക്കണം കേട്ടോ. അറിയാം സൂര്യ, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യ അവൾ അമ്മയാവുക എന്നുള്ളത്. ഞാനും ഇപ്പോ ആ ഒരു ത്രില്ലില്ല. എനിക്ക് അത്രയും കേട്ടാ മതി ഭാവന. അമ്മയാണെങ്കി നല്ല സന്തോഷത്തിലാ. വീട്ടിലും കൂടി നമുക്കൊന്ന് കയറിയിട്ട് പോവാം. പിന്നെന്താ? അമ്മ കാത്തിരിക്കായിരിക്കും, പാവം.